ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 84 ഗുരുപാദങ്ങളിൽ. ഭാഗം 84 ഗുരുപാദങ്ങളിൽ ഇവിടെ ആരംഭിക്കുന്നു. തലശ്ശേരിയിൽ അറിയപ്പെടുന്ന ഒരു മാന്യനായിരുന്നു വരു തൂർക്കാണിയിൽ കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹത്തിന് കേൽ വേൽ ആൻഡ് കമ്പനി എന്ന പേരിൽ പ്രശസ്തമായൊരു ഇംഗ്ലീഷ് മരുന്നുകട തലശ്ശേരിയിൽ ഉണ്ടായിരുന്നു. ബിസിനസ് പരമായ ആവശ്യങ്ങൾക്കായി പലപ്പോഴും അദ്ദേഹം മദുരാശി പട്ടണത്തിലേക്ക് യാത്ര പോയിരുന്നു. കുഞ്ഞിക്കണ്ണൻ ഗുരുദേവനെക്കുറിച്ചും അരുവിപ്പുറത്തെ ക്ഷേത്രപ്രതിഷ്ഠയെക്കുറിച്ചും അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ ആ യാത്രകളിൽ ചില സുഹൃത്തുക്കൾ വഴി അറിയാനിടയായി. അക്കാലത്ത് ഉത്തര കേരളത്തിലും തിരുവിതാംകൂറിലേതുപോലെ തന്നെ ജാതി വിവേചനം കൊണ്ടുള്ള അടിമത്തങ്ങളും അസ്വാതന്ത്ര്യങ്ങളും പീഡനങ്ങളുമൊക്കെ ശക്തമായി തന്നെ നിലനിന്നിരുന്നു. അതുകൊണ്ടുള്ള തിക്തഫലങ്ങൾ സ്വന്തം ജീവിതത്തിലും അനുഭവിച്ചുകൊണ്ടിരുന്നയാളാണ് കുഞ്ഞിക്കണ്ണൻ. അതിനാൽ ഗുരുദേവനെ ഒന്ന് നേരിൽ കാണണമെന്ന് അദ്ദേഹത്തിന് അതിയായ മോഹമുണ്ടായി. അരുവിപ്പുറം പോലെ ഒരു ക്ഷേത്രം മലബാറിലുമുണ്ടായാൽ അത് തങ്ങൾക്ക് വലിയ പ്രത്യാശയും ആത്മവിശ്വാസവും ഉണ്ടാക്കുമെന്ന് കുഞ്ഞിക്കണ്ണൻ ചിന്തിച്ചു. ഒരു ദിവസം തൻ്റെ ഈ ആഗ്രഹം തലശ്ശേരിക്കാർക്ക് വളരെ ആദരണീയനായിരുന്ന പൈതൽ ഗുരുക്കളെ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ആരാധ്യനായ ശ്രീനാരായണ ഗുരു എന്ന യോഗിവര്യൻ ഇപ്പോൾ വർക്കലയിൽ ഒരു ആശ്രമം സ്ഥാപിച്ച് വിശ്രമിക്കുന്നുണ്ട്. അന്നു രാത്രി കുഞ്ഞിക്കണ്ണൻ ഉറങ്ങിയില്ല. വർക്കലയ്ക്ക് പുറപ്പെടുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം ആ രാത്രിയിൽ തന്നെ പൂർത്തിയാക്കി. അടുത്ത ദിവസം പുലർച്ചെ എറണാകുളത്തേക്ക് വണ്ടി കയറി. അവിടെ നിന്ന് ബോട്ടിലും റിക്ഷായിലും വഞ്ചിയിലുമായി മാറി മാറി സഞ്ചരിച്ച് 4-5 ദിവസം കൊണ്ട് വർക്കലയിൽ എത്തിച്ചേർന്നു. അങ്ങനെ മലബാർ പ്രദേശത്തു നിന്നും ശിവഗിരിയിലെത്തുന്ന ആദ്യത്തെ തീർത്ഥാടകനായി തീർന്നു കുഞ്ഞിക്കണ്ണൻ. ആശ്രമത്തിൽ വന്നു ചേർന്ന കുഞ്ഞിക്കണ്ണൻ ആദ്യം കണ്ണിൽപ്പെട്ട ഒരന്തേവാസിയോട് തൻ്റെ യാത്രോദ്ദേശത്തെപ്പറ്റി വെളിപ്പെടുത്തി. ഗുരുദേവൻ അപ്പോൾ തെക്കൻ നാട്ടിൽ യാത്രയിലായിരുന്നു. അതിനാൽ ഗുരുദേവൻ എത്തുന്നതുവരെ ആശ്രമത്തിൽ തന്നെ താമസിച്ചു. ഗുരുദേവൻ മടങ്ങിയെത്തിയതിൻ്റെ അടുത്ത ദിവസം ഒരു അന്തേവാസി കുഞ്ഞിക്കണ്ണനെ ഗുരുദേവൻ വിശ്രമിക്കുകയായിരുന്ന കുടീരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തലശ്ശേരിയിൽ നിന്നും ശിവഗിരിയിൽ എത്തിയതിനേക്കാളും ദൂരമുണ്ടെന്ന് തോന്നി ആ കുന്നിലേക്കുള്ള ആദ്യ കയറ്റത്തിന്. പർണശാലയുടെ കതകു അപ്പോൾ തുറന്നു കിടക്കുകയായിരുന്നു. ഗുരുദേവൻ അതിനുള്ളിലെ ചാരുകസേരയിൽ ചാഞ്ഞു കിടക്കുന്നത് കുഞ്ഞിക്കണ്ണൻ ഒറ്റ നോട്ടത്തിൽ കണ്ടു. ഗുരുദേവനെ കാണുന്ന മാത്രയിൽ ആ തൃപ്പാദങ്ങളിൽ വീണ് സാഷ്ടാംഗം പ്രണമിക്കണമെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ചെന്നതെങ്കിലും കുഞ്ഞിക്കണ്ണൻ ആ ദിവ്യമുഹൂർത്തത്തിൽ സകലതും വിസ്മരിച്ചുപോയി. എന്താണ് വിശേഷം? ഗുരുദേവൻ്റെ മന്ത്രമധുരമായ ശബ്ദം കുഞ്ഞിക്കണ്ണൻ്റെ കാതിലെത്തി. പക്ഷേ അയാൾക്ക് അതിന് മറുപടിയൊന്നും അപ്പോൾ പറയാനായില്ല. പറഞ്ഞറിയിക്കുവാൻ ഏറെയുണ്ടായിരുന്നെങ്കിലും ആ നേരത്ത് വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. ഗുരുദേവൻ്റെ മുണ്ടനം ചെയ്ത ശിരസിന് ചുറ്റും ഒരു പ്രകാശവലയം തെളിഞ്ഞു നിൽക്കുന്നതുപോലെ കുഞ്ഞിക്കണ്ണൻ കണ്ടു. അപ്പോൾ ഗുരുഭക്തിയുടെ തീവ്രതയാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുകയായിരുന്നു. ചെമ്പഴന്തിയിൽ നീ അവതരിച്ചു എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ. മനുഷ്യനെ സ്നേഹിക്കുവാനായി അവതാരമെടുത്തൊരു മഹാദേവൻ എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ, എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 84 ഗുരുപാദങ്ങളിൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.